ഹായ് ഗൈസ്, ഞാൻ നാൽപ്പാമരാതിയെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തപ്പം എനിക്ക് ഡി എമ്മിൽ വന്ന മെസ്സേജസിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ള കാര്യമായിരുന്നു ഈ സ്ട്രെച്ച് മാർക്ക് പോവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ഈ സ്ട്രെച്ച് മാർക്ക് പോകാനായിട്ട് ആയുർവേദത്തിലുള്ള ചില മെഡിസിൻസും ടിപ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് സ്ട്രെച്ച് മാർക്ക് വരുന്നത്? നമ്മുടെ ശരീരം പെട്ടെന്ന് തടിക്കുകയോ മെലിയുകയോ ചെയ്യുമ്പോൾ സ്ട്രെച്ച് മാർക്ക് വരാം. സ്ട്രെച്ച് മാർക്ക് എങ്ങനെയാണ് കാണപ്പെടുന്നത്? സ്ട്രെച്ച് മാർക്കിന് ഓരോ ഫേസസ് ഉണ്ട്. ഫസ്റ്റ് ഫേസിൽ വരുന്നത് റെഡ് അല്ലെങ്കിൽ പർപ്പിൾ കളറായിരിക്കും, പിന്നെ അത് ബ്രൗൺ ആകും, പിന്നെ അത് വൈറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു സിൽവറി ടച്ച് ആയിരിക്കും, ആ ഭാഗത്തൊരു ഷൈനി അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവും. ഇനി എപ്പോഴാണ് സ്ട്രെച്ച് മാർക്കിന് നമ്മൾ മെഡിസിൻസ് എടുക്കേണ്ടത് അല്ലെങ്കിൽ മെഡിസിൻ അപ്ലൈ ചെയ്യേണ്ടത്? അത് ഏറ്റവും തുടക്കത്തിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അതായത് ഈ പർപ്പിൾ കളറിൽ അല്ലെങ്കിൽ റെഡ് കളറിൽ സ്ട്രെച്ച് മാർക്ക് ഉള്ള സമയത്ത് നിങ്ങൾ മെഡിസിൻസ് എടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യും. സ്ട്രെച്ച് മാർക്ക് നാച്ചുറലി കംപ്ലീറ്റ് ആയിട്ട് മാറുവാൻ നല്ല ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാലും ചില മെഡിക്കേഷൻസ് നിങ്ങളുടെ സ്ട്രെച്ച് മാർക്ക് ലെസ് നോട്ടീസബിൾ ആക്കി തീർക്കും. ആദ്യത്തെ മെഡിസിൻ നാൽപ്പാമരാതി തന്നെയാണ്. അതിൻ്റെ കൂടെ കുങ്കുമാദിയോ ഏലാദിയോ മിക്സ് ചെയ്തിട്ട് ഡെയിലി നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാം, മസാജ് ചെയ്ത് കൊടുക്കാം. ഇത് നിങ്ങളുടെ സ്കിന്നിൻ്റെ ഹൈഡ്രേഷൻ നിലനിർത്താനും സ്കിൻ ബാരിയർ ഇമ്പ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. സ്ട്രെച്ച് മാർക്കിന് ഏറ്റവും ബെസ്റ്റ് ഓയിൽ ബേസുള്ള മരുന്നുകൾ തന്നെയാണ്, അതായത് തൈലം മുതലായ കാര്യങ്ങൾ. എന്നാൽ ഒരു എക്സ്ട്രാ കെയർ എന്ന നിലയ്ക്ക് നമുക്ക് ചില ലേബാസും കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. എസ്പെഷ്യലി നിങ്ങൾ സ്ട്രെച്ച് മാർക്ക് വളരെ പുതിയതാണെങ്കിൽ ഒരുപക്ഷെ ഈ ലേപം നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതിനായിട്ട് മഞ്ചിഷ്ടം, മഞ്ഞൾ, ഇരട്ടി മധുരം ഇവയുടെ പൊടിയിൽ പാലോ അല്ലെങ്കിൽ റോസ് വാട്ടറോ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പാക്ക് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ കൂടെ വിറ്റാമിൻ സിയും കൂടി റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പം ഇതിന് ഇരട്ടി ഗുണമായിരിക്കും.